മഹാനായ അബൂദർദ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഉമ്മു ദർദ അവർ പറയുകയാണ്, ദഖല അലയ്യ അബൂദർദ, അബൂദർദ റളിയല്ലാഹു തആല അൻഹു എൻ്റെ അരികിലേക്ക് വന്നു. ആ വരുന്നത് ഒരൽപ്പം കോപത്തിലാണ്, ദേഷ്യത്തിലാണ്. ഫഖുൽതു മാ അഗ്ളബക്, ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ദേഷ്യത്തിൻ്റെ കാരണം, എന്തിനാണ് ഇത്ര കോപം? ഫഖാൽ, മഹാനായ സഹാബിയുടെ മറുപടി, വല്ലാഹ്, അല്ലാഹു തന്നെയാണ് സത്യം, ലാ അരിഫു മിൻ ഉമ്മത്തി മുഹമ്മദിൻ ശൈഅൻ ഇല്ലാ അന്നഹും യുസല്ലൂന ജമീഅ. ഉമ്മത്തു മുഹമ്മദിൽ അവർ നമസ്കാരത്തിൻ്റെ സമയത്ത് ഒന്നിച്ച് നമസ്കരിക്കുന്നു എന്നല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനൊന്നും തന്നെ ഞാൻ കാണുന്നില്ലല്ലോ. ഹിജ്റയുടെ 30കളിൽ വഫാത്തായ സ്വഹാബിയാണ് അബൂദർദ. അബൂദർദ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അവസാന കാലഘട്ടമായപ്പോൾ തന്നെ ഇസ്ലാം ദീനിൽ നിന്ന്, ശരിയായ സുന്നത്തിൽ നിന്ന് ജനങ്ങൾ ബിദ്അത്തിലേക്ക് എത്തുന്ന, വഴികേടിലേക്ക് മാറിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ സുന്നത്തിൽ നിന്ന് ബിദ്അത്തിലേക്ക്, വഴികേടിലേക്ക് ആളുകൾ മാറിപ്പോയെങ്കിൽ ഈ കാലഘട്ടത്തിൽ എത്രമാത്രം ശരിയായ ദീനിൽ നിന്ന്, ശരിയായ പ്രമാണങ്ങളിൽ നിന്ന് നമ്മുടെ സമുദായം മാറിപ്പോയിട്ടുണ്ടായിരിക്കും. മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു അന്നഹു അഖദ ഹജറൈൻ, 2 കല്ലുകൾ അദ്ദേഹം എടുത്തു. ഫവളഅ അഹദുഹുമാ, ആ 2 കല്ലുകൾ പരസ്പരം അദ്ദേഹം ഇങ്ങനെ ചേർത്തു പിടിച്ചു. 2 കല്ലിങ്ങനെ ചേർത്തു പിടിച്ചാൽ അതിനിടയിൽ പിന്നീടൊന്നും നമുക്ക് കാണാൻ കഴിയുകയില്ല. അതിനുശേഷം ഹുദൈഫ റളിയല്ലാഹു തന്റെ ചോദ്യം, ഹൽ തറൗന മാ ബൈന ഹാദൈനിൽ ഹജറൈൻ മിനൻ നൂർ, ഈ 2 കല്ലുകൾക്കിടയിൽ നിങ്ങൾ വെളിച്ചം കാണുന്നുണ്ടോ? നിങ്ങൾക്ക് ഈ 2 കല്ലുകൾക്കിടയിലൂടെ വെളിച്ചം കാണാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അത് കണ്ടു നിന്ന ആളുകൾ പറഞ്ഞു, യാ അബാ അബ്ദില്ലാഹ്, മാ നറാ ബൈനഹുമാ മിനൻ നൂരി ഇല്ലാ ഖലീൽ, വളരെ നേർത്ത ഒരു വെളിച്ചമല്ലാതെ ഈ 2 കല്ലുകൾക്കിടയിൽ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്, വല്ലദീ നഫ്സി ബിയദി, അല്ലാഹു തന്നെയാണ് സത്യം, ലതൽഹറന്നൽ ബിദ്അത്തുകൾ, പുതിയ പുതിയ ആചാരങ്ങൾ, നന്മയായി ജനങ്ങൾ കാണുന്ന പുത്തനാചാരങ്ങൾ, അത് വ്യാപിക്കുക തന്നെ ചെയ്യും. ഹത്താ ലാ യുറാ മിനൽ ഹഖി ഇല്ലാ ഖദ്റു മാ ബൈന ഹാദൈനിൽ ഹജറൈനി മിനൻ നൂർ, ഒടുവിൽ ഹക്ക് എന്നുള്ളത് ഈ 2 കല്ലിനിടയിൽ നിങ്ങൾ കാണുന്ന നേർത്ത വെളിച്ചം പോലെ, വളരെ നേർത്തതായി മാത്രമേ നിങ്ങൾക്ക് ഹക്ക് കാണാൻ കഴിയുകയുള്ളൂ. അഥവാ സുന്നത്തിങ്ങനെ ചെറുതായി പോകും, സുന്നത്തിൽ നിന്ന് ആളുകൾ വഴിമാറിപ്പോകും. വളരെ നേർത്തതായി മാത്രമേ സുന്നത്തിൻ്റെ ആളുകൾ ഉണ്ടാവുകയുള്ളൂ. വല്ലാഹ്, അല്ലാഹു തന്നെയാണ് സത്യം, ലതഫ്ശവന്നൽ ബിദ്അത്ത് വ്യാപിക്കും, ബിദ്അത്ത് വ്യാപിക്കും, ജനങ്ങളെല്ലാം ബിദ്അത്തിന്റെ പിറകെ പോകും. ഹത്താ ഇദാ തുരിക മിൻഹാ ശൈഉൻ ഖാലു തുരികതി സുന്ന, ഒടുവിൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ നാട്ടിൽ വ്യാപിച്ച ബിദ്അത്തിൽ നിന്ന് സുന്നത്തിന്റെ ആളുകൾ മാറി നിന്നാൽ ജനങ്ങൾ പറയും, കണ്ടോ, അവർ സുന്നത്ത് ഒഴിവാക്കി, അവർക്ക് സുന്നത്തൊന്നുമില്ല. കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, നാട്ടിൽ നടക്കുന്ന 100 കൂട്ടം അൽഫാത്തിഹകൾ, എത്രയോ പുത്തനാചാരങ്ങൾ, അത് ദീനിലില്ല എന്ന് പറഞ്ഞൊരാൾ മാറി നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ പറയും, തുരികത്തി സുന്ന, കണ്ടോ, അവർക്ക് സുന്നത്തില്ല, അവർ സുന്നത്ത് ഒഴിവാക്കുകയാണ്. എത്ര നല്ല സുന്നത്താണ് നഷ്ടപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ സ്വഹാബത്തു പേടിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അവസ്ഥയാണ്. ഇത് കണ്ടിട്ടും അറിഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ, ബിദ്അത്തിനെതിരെ ഒന്നും ചെയ്യാതെ
ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദിവസങ്ങൾ കടന്നുപോകാൻ പാടില്ല. 100 കൂട്ടം ബിദ്അത്തുകളാണ് ഇന്ന് നാട്ടിലുള്ളത്. മരണവീട്ടിൽ, കല്യാണ വീട്ടിൽ നമസ്കാരം കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ലാത്ത 100 കണക്കിന് പുത്തനാചാരങ്ങൾ ഇന്ന് ദീനായി മുസ്ലിം സമുദായം കൊണ്ടു നടക്കുന്നു. നിസ്കാരം കഴിഞ്ഞാൽ ഓരോ പള്ളിയിലും സ്വലാത്തിൻ്റെ എണ്ണം വ്യത്യസ്തമാണ്. എന്തുകൊണ്ട് ഈ വ്യത്യസ്തത വന്നു? എത്ര തവണ സുബ്ഹാനല്ലാഹ് ചൊല്ലണം? തർക്കമില്ലല്ലോ. എത്ര തവണ സൂറത്തുൽ ഇഖ്ലാസ് ചൊല്ലണം? തർക്കമില്ലല്ലോ. എന്തുകൊണ്ട്? അത് സുന്നത്താണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സ്വഹാബത്ത് കേട്ടു പഠിച്ചു മനസ്സിലാക്കി അടുത്ത തലമുറയിലേക്ക് ആ സുന്നത്ത് കൈമാറി. സുന്നത്ത് ലോകത്തെവിടെയും ഒരുപോലെയായിരിക്കും, ബിദ്അത്ത് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിന് ശേഷമുള്ള നമ്മുടെ നാട്ടിൽ നടത്തുന്ന കൂട്ടപ്രാർത്ഥനകൾ, അതിൻ്റെ ചേലും കോലവും അത് ഓരോ മഹല്ലിലും വ്യത്യസ്തമാണ്. മരണാനന്തര വീടുകളിൽ നടക്കുന്ന ഖുർആൻ പാരായണം അത് ഓരോ നാട്ടിലെയും ഉസ്താദുമാർക്കനുസരിച്ച് വ്യത്യസ്തമാണ്. കാരണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ടതല്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിദ്അത്തിന്റെ അടിസ്ഥാനം, അതിൻ്റെ അപകടം അത് പഠിക്കുകയും ബിദ്അത്തുകാരോട് അവരെ സുന്നത്തിലേക്ക് ക്ഷണിക്കാൻ പ്രാമാണികമായി വിഷയങ്ങൾ പഠിച്ചു പോവുകയും നമ്മൾ ചെയ്യണം. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇസ്ലാം ദീൻ അള്ളാഹു പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ ആയത്ത് ഹിഫ്ളാക്കണം. ബിദ്അത്തിനെതിരെയുള്ള സംസാരം ഖത്തീബിൻ്റെ മാത്രം ബാധ്യതയല്ല, മൗലവിയുടെ ബാധ്യതയല്ല. അത് സുന്നത്തിനെ സ്നേഹിക്കുന്ന മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. പരിശുദ്ധ ഖുർആനിലെ തൗഹീദിന്റെ ആയത്തുകൾ നമുക്ക് ഹിഫ്ളുണ്ടാകണം. സുന്നത്തിനെ സ്ഥാപിക്കാനുള്ള ആയത്തുകൾ ഹിഫ്ളുണ്ടാകണം. അത് എഴുതിയെടുത്തു പഠിച്ച് സംസാരിക്കുന്നവരായി നമ്മൾ മാറണം. 1-2 നാവുകൾ മാത്രമല്ല സുന്നത്തിന് വേണ്ടി ഉണ്ടാകേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ഈ ദീൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ബിദ്അത്തുകാരോട് നമുക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ദീൻ പൂർത്തിയാണോ? നിങ്ങൾ പറയുന്ന ഇസ്ലാം ദീൻ പൂർത്തിയാണോ? ആ ദീൻ പൂർത്തിയാണ് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലക്ഷക്കണക്കിന് സ്വഹാബത്തിനെ മുന്നിലിരുത്തി ഈ ആയത്ത് ഓതി കേൾപ്പിക്കുമ്പോൾ ഇസ്ലാം ദീൻ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പുതിയൊരു ഇബാദത്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ലാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത ഒരു പുതിയ ആചാരം പിന്നെ എന്തിനാണ്? ഇന്നും പല മുസ്ലിമീങ്ങളുടെയും വീടുകളിൽ ഖുർആൻ പോലെ പവിത്രമായി മാല മൗലൂദുകൾ എടുത്തു വച്ചിട്ടുണ്ട്. 400 വർഷമാണ് മാല മൗലൂദുകളുടെ പാരമ്പര്യം. ഏറ്റവും പഴക്കം ചെന്ന മാല 400 കൊല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി കേൾപ്പിച്ചിട്ട് 1400 കൊല്ലം കഴിഞ്ഞു. പ്രിയമുള്ള സഹോദര, അന്ന് പൂർത്തിയാക്കിയ ദീനിൽ, അള്ളാഹു തൃപ്തിപ്പെട്ട ദീനിൽ ഈ മാല മൗലൂദുകൾ ഇല്ല എങ്കിൽ, ഇതുപോലെയുള്ള പുത്തനാചാരങ്ങൾ ഇല്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിദ്അത്തിലേക്ക് ചായുന്ന ഒരു ഏർപ്പാടും നമുക്കുണ്ടാകരുത്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, സ്വഹാബിയാണ്, ഇത്തബിഉ ആസാറന, നിങ്ങൾ ഞങ്ങളുടെ ആസാറുകൾ പിന്തുടരൂ, സ്വഹാബത്തിനെ പിന്തുടരൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട, പ്രവാചകനിൽ നിന്ന് ദീനു പഠിച്ച സ്വഹാബത്തിനെ പിന്തുടരൂ. വലാ തബ്തദിഉ, നിങ്ങൾക്ക് അവർക്ക് ശേഷമുള്ള ബിദ്അത്തുകാരെ, പുത്തനാചാരക്കാരെ അവരെ നിങ്ങൾ പിന്തുടരരുത്. ഫഖദ് ഖുഫീതും, ആ സ്വഹാബത്തിന്റെ മാർഗം നിങ്ങൾക്ക് മതിയായതാണ്. കുല്ലു ഖൈരിൻ ഫി ഇത്തിബാഇ മൻ സലഫ്, എല്ലാ ഖൈറും നമ്മുടെ മുൻഗാമികളായ സലഫുകളെ പിൻപറ്റുന്നതിലാണ്, സ്വഹാബത്തിനെ പിൻപറ്റുന്നതിലാണ്. വകുല്ലു ശർരിൻ ഫി ഇബ്തിദാഇ മൻ ഖലഫ്,
അതിനുശേഷമുള്ള തലമുറയുടെ പിറകെ പോകുന്നതിലാണ് എല്ലാ ശർറുമുള്ളത്. ഇനി രണ്ടാമത്തെ വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏതെങ്കിലും ഒരു ഇബാദത്ത് നബിയുടെ അഭിപ്രായമാണോ? ഇത് നമ്മൾ ശരിക്കും പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇബാദത്തിൽ ഏതെങ്കിലും ഒരു ഇബാദത്ത് നബി ഗവേഷണം ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അഭിപ്രായ പ്രകാരം പറഞ്ഞിട്ടുണ്ടോ? റവാത്തിബ് സുന്നത്ത് നബിയുടെ അഭിപ്രായമാണോ? അല്ല, വഹ്യാണ്. വഹ്യാണ്. ഗ്രഹണം ബാധിച്ചു, ശരി, ഒരു ഗ്രഹണ നമസ്കാരം തുടങ്ങാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗവേഷണമാണോ? ഏഴാൻ ആകാശത്തിനുപരിയിൽ നിന്ന് ജിബ്രീൽ അറിയിച്ചതാണ് ഗ്രഹണ നമസ്കാരം. പ്രവാചകന്റെ ഇജ്തിഹാദല്ല, റസൂലുള്ളാഹിയുടെ ഗവേഷണമല്ല. വെള്ളം കിട്ടാനില്ല, ശരി, എന്നാൽ നിങ്ങൾ മണ്ണിൽ തയമ്മം ചെയ്തോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗവേഷണമാണോ? വഹ്യാണ്. തയമ്മും വഹ്യാണ്. ഖുഫൈൽ തടവൽ വഹ്യാണ്. റസൂലുള്ളാഹി പഠിപ്പിച്ച ദീനിലെ ഓരോ ഇബാദത്തും വഹ്യാണ്. ഒരു സ്വലാത്ത് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഗവേഷണ പ്രകാരം നടത്തിയിട്ടില്ല എങ്കിൽ ഇന്ന് ഇബാദത്തായി കൊണ്ടുവരുന്ന കാര്യങ്ങൾക്ക് വഹി ലഭിച്ചിട്ടുണ്ടോ? നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥന, നമസ്കാരത്തിന് ശേഷമുള്ള സ്വലാത്ത്, മയ്യത്ത് പുറത്തേക്കെടുക്കുമ്പോഴുള്ള അൽഫാത്തിഹ, ഖബറിന്റെ അരികിലുള്ള തൽക്കീൻ, ഇതിനാരുടെ വഹിയാണുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ലാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത, മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത ഈ പുത്തനാചാരങ്ങൾക്ക് ആരുടെ വഹിയാണുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വമാ യൻതിഖു അനിൽ ഹവ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത് തന്നിഷ്ടപ്രകാരമല്ല, ഇല്ലാ വഹ്യുൻ യുഹാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ, വഹീന്റെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി ഒരു ഇബാദത്ത് പഠിപ്പിക്കുന്നത് എങ്കിൽ ഒരു ബിദഅത്ത് ദീനിൽ ഉണ്ടാക്കാൻ, ഒരു സ്വലാത്ത് ദീനിൽ ഉണ്ടാക്കാൻ, ഒരു പുതിയ ദിക്ർ ഉണ്ടാക്കാൻ, പ്രിയമുള്ള മുസ്ലിം സഹോദര, നമുക്കതിന് തെളിവില്ല, നമുക്കതിന് അവകാശമില്ല. ഒരു ന്യായം പലപ്പോഴും ആളുകൾ പറയാറുള്ളത്, നല്ലതല്ലേ, നിബിദിനം നല്ലതല്ലേ, ഭക്ഷണമല്ലേ കൊടുക്കുന്നത്, സ്വലാത്തല്ലേ ചെല്ലുന്നത്, മൂന്നിൻ്റെ അന്ന് അരി വിതരണമല്ലേ ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കാൻ മൂന്നാളുകൾ വന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പ്രവാചകന്റെ ജീവിതത്തെ പറ്റി അവർ ചോദിച്ചു പഠിച്ചു. ആയിഷ റളിയല്ലാഹു തന്നെ പഠിപ്പിച്ചു കൊടുത്തു, ഇതാണ് നബിയുടെ ജീവിതം. അപ്പം അവർക്ക് തോന്നുകയാണ് ഇത് വളരെ കുറവാണ്, ഇത്രയേ ഉള്ളൂ, നബിക്ക് വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതുമായ പാപങ്ങൾ പുറത്തു കൊടുത്തിട്ടുണ്ട്, നമുക്കത് പോരാ. എന്നിട്ട് അവർ തീരുമാനിക്കുന്നു, അമ്മ അനഫ ഇന്നി ഉസല്ലിൽ ലൈല അബദാ, ഇനി ഒരിക്കലും രാത്രി നിസ്കാരം ഞാൻ ഒഴിവാക്കൂല, ഇനി എന്നും രാത്രി നിസ്കാരം, രാത്രി മുഴുവൻ നമസ്കരിക്കും. രണ്ടാമത്തെ ആൾ തീരുമാനിക്കുകയാണ്, അന അസൂമുദ്ദഹർ വലാ ഉഫ്തിർ, ഞാൻ പകല് മുഴുവൻ നോമ്പാൻ, നോമ്പ് ഒഴിവാക്കുന്ന ഒരവസ്ഥ ഇനി എനിക്കില്ല. മൂന്നാമത്തെ ആൾ തീരുമാനിക്കുന്നു, അന അഅ്തസിലു നിസാ ഫലാ അതസവ്വജു അബദ, ഞാൻ കല്യാണം കഴിക്കില്ല, ആ സമയം കൂടെ ഞാൻ ഇബാദത്തിന് മാറ്റിവെക്കുന്നു. ശരി, ഈ മൂന്നാളുകളുടെ കാഴ്ചപ്പാടിൽ ഇത് നന്മയാണോ? ഈ മൂന്നാളുകളും ഇത് നന്മയാണെന്ന് കരുതിയാണ് തീരുമാനിച്ചത്, പുണ്യമാണെന്ന് കരുതിയാണ് തീരുമാനിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടിട്ട് എന്തു പറഞ്ഞു? വളരെ നല്ല അഭിപ്രായം. കാരണം ഒരാളുടേത് നിസ്കാരമാണ്, ഒരാളുടേത് നോമ്പാണ്, ഒരാൾ മുഴുവൻ സമയവും ഇബാദത്തിന് വേണ്ടി കല്യാണം പോലും മാറ്റിവെക്കുന്നു. വളരെ നല്ല തീരുമാനം. അവർക്ക് തോന്നിയത് നന്മയാണ് എന്ന്, സ്വഹാബത്തിന് തോന്നി നന്മയാണെന്ന്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി. സ്വഹാബത്തിനൊരു കാര്യം നന്മയായി എന്നതുകൊണ്ട് ദീനിൽ നന്മയാകില്ല.
പ്രവാചകനെ കണ്ട പ്രവാചകന്റെ കൂടെ ജീവിച്ച അവർ ഗവേഷണം നടത്തി ഒരു നന്മയുണ്ടാക്കിയാൽ അത് നന്മയാകില്ല ദീനിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചു, അൻതുമുൽ ലദീന ഖുൽതും കദാ വകദാ, നിങ്ങളാണോ ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത്? രാത്രി മുഴുവൻ നിസ്കാരം, പകല് മുഴുവൻ നോമ്പ്, അങ്ങനെ പുതിയ പുതിയ ഇബാദത്തുകൾ ഉണ്ടാക്കിയത് നിങ്ങളാണോ? ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ സുന്നത്തിനെതിരെ പ്രവർത്തിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. അപ്പൊ സഹോദര, നമുക്ക് നന്മയായി തോന്നുന്നു എന്നതുകൊണ്ട് അത് ദീനിൽ നന്മയാകണമെന്നില്ല. ദീനിൽ നന്മയാകണമെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ള കർമ്മങ്ങൾ, സുന്നത്തായ കർമ്മങ്ങൾ അത് അധികരിപ്പിക്കുക. ബിദ്അത്തുകളിൽ നിന്ന്, അത് നാട്ടിൽ മുഴുവൻ ആളുകൾ ചെയ്താലും, നാട്ടിലെ ബഹുഭൂരിപക്ഷം അതിൻ്റെ പിറകെ പോയാലും, ബിദ്അത്തുമായി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബന്ധമുണ്ടാകാൻ പാടുള്ളതല്ല. അള്ളാഹു ബിദ്അത്തുകളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്നുണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ ഹസനുൽ ബസ്രി അദ്ദേഹം പറഞ്ഞു, സാഹിബുൽ ബിദ്അത്തി ലാ യസ്ദാദു ഇജ്തിഹാദൻ സിയാമൻ വലാ സ്വലാ ഇല്ലർതാദ മിനല്ലാഹി ബുഅദ. ഒരു ബിദ്അത്തുകാരൻ അള്ളാഹുവിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും. ഇതാണ് സങ്കടം. അള്ളാഹുവിലേക്ക് അടുക്കാനാണ് അവർ ചെയ്യുന്നത്. ഓരോ പുതിയ സ്വലാത്തും, ഓരോ പുതിയ ദിക്റുകളും, ഹദ്ദാദും റാത്തീബും, അങ്ങനെയുള്ള 100 കൂട്ടം മജ്ലിസുകളും, ഇതെല്ലാം ചെയ്യുന്നത് പുണ്യം കിട്ടാനാണ്. പക്ഷെ അവർ അള്ളാഹുവിൽ നിന്ന് അകലുകയാണ്, ദീനിൽ നിന്ന് അകലുകയാണ്, സ്വർഗത്തിൻ്റെ വഴിയിൽ നിന്ന് അകലുകയാണ്. അതുകൊണ്ട് തന്നെ അറിഞ്ഞ ആളുകൾ എന്ന നിലയിൽ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സഹോദരന്മാർക്ക് സുന്നത്തിനെ പരിചയപ്പെടുത്താൻ, ബിദ്അത്തിനെ താക്കീത് നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ,